ചിതലും പുഴുക്കളും തവളയും പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. അവിടെ ചെതലുണ്ട്, പുഴുക്കളുണ്ട്, തവളയുണ്ട്. ഒരു ഇരയെ കിട്ടാൻ അവർ കാത്തു നിൽക്കുകയാണ്. എന്നാൽ ചെതല് അരിക്കാത്ത ശരീരമാണ് ഖാരിഉൽ ഖുർആൻ. ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ ശരീരം മണ്ണ് തൊടൂല. ആ ഖബറിലേക്ക് ചിതല് വരൂല. ഖുർആൻ ഓതുന്ന മനുഷ്യന്റെ കാഴ്ചക്ക് ഒരു കുറവും വരൂല. നിങ്ങൾ നോക്ക്, പ്രായമുള്ള അപ്പാരുണ്ടാവും. ഖുർആൻ നല്ല ഓതണ മനുഷ്യനാണെങ്കിൽ പ്രായമായാലും ഒരു കണ്ണട അവർക്ക് വേണ്ടി വരൂല. ഖുർആനുമായുള്ള ബന്ധാണ്. ഈ വരാൻ പോണ റമദാനിന് ഇത്ര വലിയ മഹത്വം എന്താ? ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ. നാളെ നരകത്തിന്റെ തീയണക്കാൻ വലിയ ശക്തിയുള്ള പവറാണ് ഖുർആൻ. ബുസൂരി ഇമാം പറയാണ്, ഇൻതത്ലൂഹാ ഖീഫതൻ മിൻ ഹരി നാരി ലല്ലാ അത്ഫത ഹറലല്ലാ മിൻ ബിർദിഹാ ശബിബി. നാളെ നരകത്തിന്റെ തീയണക്കാൻ ഏറ്റവും വലിയ ശക്തിയുള്ള ഒന്നാണ് ഖാരിഉൽ ഖുർആൻ. അത്ര വലിയ പവറാണ് ഖുർആൻ. ഖുർആനുമായിട്ടൊരു ബന്ധം നമുക്ക് വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ചില വിചാരിക്കും റമദാൻ ഒന്നും കേട്ടാവട്ടെ, എന്നിട്ട് മുസാഫ് എടുക്കുക. പോരാ. റമദാനിന്റെ മുമ്പ് നാളെ തന്നെ ഈ പ്രഭാഷണം കേട്ട് വെള്ളിയാഴ്ചയായിട്ട് പോലും ഒരൽ കഹ്ഫ് ഓതാനുള്ള മനസ്സില്ല, ഒരു യാസീൻ ഓതാനുള്ള ചിന്തയില്ല, വാഖിയ സൂറത്ത് ഓതാനുള്ള മനസ്സില്ല, തബാറക ഓതാനുള്ള ചിന്തയില്ല. മഖ്ദൂനങ്ങൾ പറയാണ്, ഖൽബ് നന്നാവാനുള്ള വലിയ മാർഗമാണ് ഖുർആൻ നന്നായി പാരായണം ചെയ്യുക.